പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള പ്രളയബാധിതർക്കായി ഭക്ഷ്യവസ്തുക്കൾ, കുടിവെള്ളം, വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുമായി രാജകുമാരി ഗ്രൂപ്പിന്റെ ആംബുലൻസ് ബുധനാഴ്ച രാവിലെ യാത്ര തിരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും കല്ലമ്പലം യൂണിറ്റ് പ്രസിഡന്റുമായ റാഫിയും രാജകുമാരി ഗ്രൂപ്പ് ചെയർമാൻ സഫീറുദ്ദീനും ചേർന്നാണ് സഹായവാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തത്. പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്ഷ്യസാധനങ്ങളും മറ്റ് അവശ്യവസ്തുക്കളും ശേഖരിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അയച്ചത്. സമൂഹത്തോടുള്ള ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി ദുരിതബാധിതർക്കൊപ്പം എന്നും നിലകൊള്ളുമെന്ന സന്ദേശമാണ് ഈ സേവന പ്രവർത്തനത്തിലൂടെ രാജകുമാരി ഗ്രൂപ്പ് പങ്കുവച്ചത്. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാർ, ജീവനക്കാർ, സഹപ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു. എല്ലാം നഷ്ടപ്പെട്ട ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഒരു കൈത്താങ്ങായിട്ട് രാജകുമാരി ടീം ഇന്ന് ഇവിടെ നിന്ന് ഒരു ആംബുലൻസ് നിറയെ സാധനങ്ങളുമായിട്ട്, അവർ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളുമായിട്ട് ഇന്ന് പുറപ്പെടുകയാണ്. അവർ ഇന്നും ഇന്നലെയും തുടങ്ങിയ കാരുണ്യ പ്രവർത്തനങ്ങളല്ല. നമുക്കറിയാം 2018-ല് 19-ല് പ്രളയമുണ്ടായപ്പോഴും അതുപോലെ തന്നെ 2024-ൽ വയനാട് പ്രളയമുണ്ടായപ്പോഴും അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടങ്ങളിലും എല്ലാം നാം സോഷ്യൽ മീഡിയയിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ രാജകുമാരി ടീം ഇന്ന് എല്ലാവർക്കും അനുയോജ്യമായ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് രാജകുമാരി ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. അവര് സമൂഹത്തിന്റെ നന്മയെ കരുതിയാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായ ഒരുപാട് കടകളും സ്ഥാപനങ്ങളും ഉണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റോക്ക് കരുതിയിരുന്ന കടകളുണ്ട്. എല്ലാം ഇന്ന് നഷ്ടപ്പെട്ട് ഇന്ന് വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് രാജകുമാരിയുടെ ഒരു കനിവിനൊരു കൈത്താങ്ങുന്ന ഈ പദ്ധതിയിലൂടെ ഇന്ന് ഒരു വണ്ടി നിറച്ച് ആറന്മുളയിലെ ഒരു ക്യാമ്പിലേക്ക് സാധനങ്ങൾ പോകുന്നത്. അതിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലമ്പല യൂണിറ്റിന്റെയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെയും ചിറയൻകീഴ് മേഖലാ കമ്മിറ്റിയുടെയും എല്ലാവിധ അഭിവാദ്യങ്ങളും